നമസ്കാരം. രാജ്യത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ അംഗസംഖ്യ കൂട്ടാൻ കേന്ദ്ര സർക്കാർ. വിവിധ വിഭാഗങ്ങളിൽ 60% ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടും. അന്വേഷണ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമായി 1200-ലധികം പേരെ കൂടി നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ബുധനാഴ്ചയാണ് അംഗീകാരം നൽകിയത്. ഇതിനായി കേന്ദ്ര ധനമന്ത്രാലയം ഉത്തരവിറക്കി. കഴിഞ്ഞ 15 വർഷത്തിനു ശേഷമാണ് ഇഡിയിൽ കേഡർ പുനഃസംഘടന നടക്കുന്നത്. എക്സിക്യൂട്ടീവ്, ലീഗൽ, അഡ്ജുഡിക്കേഷൻ സിസ്റ്റംസ്, മിനിസ്റ്റീരിയൽ, സെക്യൂരിറ്റി, സപ്പോർട്ട് സ്റ്റാഫ് എന്നീ 6 കേഡറുകളിലാണ് പുതിയ നിയമനം നടക്കുന്നത്. എക്സിക്യൂട്ടീവ് കേഡർ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തുക. ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ എണ്ണം 148-ൽ നിന്ന് 267 ഉയർത്തും. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ തസ്തികയിൽ 803 പേരെയും, എൻഫോഴ്സ്മെന്റ് ഓഫീസർ തസ്തികയിൽ 606 പേരെയും, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് തസ്തികയിൽ 531 പേരെയുമാണ് പുതിയതായി നിയമിക്കുക. എൻഫോഴ്സ്മെന്റ് അഡീഷണൽ ഡയറക്ടർമാരുടെ എണ്ണം 10-ൽ നിന്ന് 24 കൂട്ടും. കൂടാതെ ജോയിന്റ് ഡയറക്ടർമാരുടെ എണ്ണം 28-ൽ നിന്ന് 49 വർദ്ധിപ്പിക്കും. അതേസമയം ഡയറക്ടർ, സ്പെഷ്യൽ ഡയറക്ടർ എന്നീ തസ്തികകളിലെ എണ്ണം യഥാക്രമം 1, 7 എന്നിങ്ങനെ തന്നെ തുടരും. ഏറ്റവും ഒടുവിൽ 2011-ലാണ് ഇഡിയിൽ കേഡർ പുനഃസംഘടന നടന്നത്. 70 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, സാമ്പത്തിക കുറ്റകൃത്യം ചെയ്ത് രാജ്യം വിടുന്നവർക്കെതിരെയുള്ള നിയമം എന്നീ 2 കർശന നിയമങ്ങളിലെ ക്രിമിനൽ വകുപ്പുകളും വിദേശ നാണ്യ വിനിമയ ചട്ടത്തിലെ സിവിൽ വകുപ്പുകളുമാണ് കൈകാര്യം ചെയ്യുന്നത്. PMLA തടയൽ നിയമപ്രകാരമുള്ള വിധി നിർണയ പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി പുതിയ തസ്തികകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 അഡീഷണൽ ഡയറക്ടർമാർ, 3 ജോയിന്റ് ഡയറക്ടർമാർ, 5 ഡെപ്യൂട്ടി ഡയറക്ടർമാർ, വിധി നിർണയ വിഭാഗത്തിലെ 10 അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. സ്പെഷ്യൽ ഡയറക്ടർ തസ്തികയിൽ ഒരേ തസ്തികയിൽ തന്നെ തുടരും. സൂപ്രണ്ടുമാർ, അസിസ്റ്റന്റുമാർ തുടങ്ങിയ മന്ത്രിതല ജീവനക്കാരുടെ വിപുലീകരണവും സീനിയർ സെപ്പോയിമാരുടെ എണ്ണം 209-ൽ നിന്ന് 273 വർദ്ധിക്കുന്നതും, സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിമാർ, സ്റ്റെനോഗ്രാഫർമാർ എന്നിവരുൾപ്പെടെ വിവിധ സപ്പോർട്ട് റോളുകളും പുനഃക്രമീകരണത്തിൽ ഉൾപ്പെടുന്നു. സപ്പോർട്ട് സ്റ്റാഫുകളിൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ എണ്ണം 1-ൽ നിന്ന് 4 ഉയർത്തും. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 തസ്തികകൾ 20-ൽ നിന്ന് 44 ഉയരും. പ്രൈവറ്റ് സെക്രട്ടറിമാർ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ഡ്രൈവർമാർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് തസ്തികകൾക്ക് വലിയ തോതിൽ മാറ്റമില്ല. ചില സാങ്കേതിക സിസ്റ്റം തസ്തികകൾക്ക് അവയുടെ എണ്ണത്തിൽ മാറ്റമില്ലാതെ ശമ്പള നിലവാര പരിഷ്കരണങ്ങളും വരുത്തിയിട്ടുണ്ട്.